ഹരി ഓം. ഭഗവത്ഗീത ചതുർത്ഥ അധ്യായം. ഓം ശ്രീ പരമാത്മനേ നമഃ. അഥ ചതുർത്ഥോऽധ്യായഃ. ശ്രീഭഗവാനുവാച. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത്. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത്. 8 അക്ഷരം കൂടുമ്പോൾ നിർത്തണം. അതുകൊണ്ട് വിവസ്വാൻ മനവേ പ്രാഹ അവിടെ നിർത്തുക. മനുരിക്ഷ്വാകവേ ബ്രവീത്. പ്രശ്ലേഷം ശ്രദ്ധിക്കേണ്ട, അതങ്ങ് ഒന്നിച്ച് വായിച്ച് പോയാൽ മതി. അവിടെ ഒരു ആ വായിക്കാൻ ശ്രമിക്കേണ്ട. കാരണം ആ വായിക്കണം എന്നാണ്, ആ എന്നുള്ള അക്ഷരം അവിടെ ഉണ്ടെന്ന് തന്നെയാണ്. അബ്രവീത് എന്നാണ് വാക്ക്. പക്ഷേ അവിടെ ആ പ്രശ്ലേഷം എന്നുള്ള ആ ചിഹ്നം ഇട്ടിരിക്കുന്നത് അത് ഉച്ചരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ തന്നെ അതിൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ നമ്മളുടെ ആ അറിവ് വേറൊരാൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ആ വായിച്ചവിടെ ആ ഒരു മാത്ര കൂട്ടേണ്ട ആവശ്യമില്ല. ആ ഒരു മാത്ര അവിടെ കൂടുന്നത് കൊണ്ടാണ് പ്രശ്ലേഷം ഇട്ട ആയെ അവിടെ ഉച്ചരിക്കാതെ സൈലൻ്റ് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കവേഹേ അബ്രവീത് എന്നാണ് പറയേണ്ടത്. അപ്പം അങ്ങനെയൊക്കെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഒന്നിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ പ്രശ്ലേഷം ഇട്ടിരിക്കുന്നത് അതുപോലെ ആ പ്രശ്ലേഷം ഇല്ലാതെ ഉച്ചരിക്കുന്നതാണ് ചാൻറ്റിങ്ങിലെ നിയമം. കണ്ടോ, ചാൻറ്റിങ്ങിലെ നിയമം. വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് അബ്രവീത് എന്ന് മനസ്സിലാക്കുകയും വേണം. ഏവം പരമ്പരാപ്രാപ്തം അവിടെ വരെ 8 അക്ഷരം. പിന്നെ മീ വെട്ടിയിട്ട് ഇമം, അത് വെട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് പിരിച്ച് എഴുതുന്ന കൂട്ടക്ഷരം ആണത്. ഒന്നിച്ചെഴുതിയിരിക്കുന്നതാണ്. സമസ്ത പദം പിരിച്ച് പറയുന്നതാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ പിരിക്കേണ്ടി വന്നത്? 8ാമത്തെ അക്ഷരമായതുകൊണ്ട്. അനുഷ്ടുപ വൃത്തത്തിൽ 4 പാദങ്ങൾ, അതിനകത്ത് 32 അക്ഷരങ്ങളുണ്ട്. 4 പാദങ്ങളായിട്ട് തിരിച്ചിരിക്കുമ്പോൾ ഒരു പാദത്തിൽ 8 അക്ഷരം. അതുകൊണ്ട് ഇപ്പം നമ്മൾ വായിച്ചത് ആദ്യത്തെ പാദമാണ്. ഏവം പരമ്പരാപ്രാപ്തം അവിടെ വരെയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇമം രാജർഷയോ വിദുഹോ, അത് 2ാമത്തെ പാദം. സകാലേനേഹ, സാന്ന് നീട്ടരുത്. സകാലേനേഹ മഹതാ യോഗോ നഷ്ട പരന്തപ. അതുപോലെ തന്നെ നഷ്ട കഴിഞ്ഞിട്ട് വിസർഗമിട്ടിരിക്കുന്നത് കൊണ്ട് അത് അടുത്ത് വരുന്ന അക്ഷരം പ എന്നുള്ളത് ഇരട്ടിച്ച് ഉച്ചരിക്കണം. ആ ഇരട്ടിച്ച് ഉച്ചരിക്കാനായിട്ട് എളുപ്പമാർഗമായിട്ട് നമ്മൾ സാധാരണ ചാൻറ്റിങ്, നമ്മൾ ഈ പാഠങ്ങൾ പഠിക്കുന്നത് ശരിക്കും ചാൻറ്റിങ്ങിന് വേണ്ടിയിട്ട്, വെറുതെ വായിക്കാനായിട്ട്. അർത്ഥം പറഞ്ഞൊക്കെ നമ്മൾ വിശദമായിട്ട് വേറെ പഠിക്കുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ വായിക്കാൻ എന്ന് വെച്ചാൽ ഒന്നിച്ചിരുന്നൊരു ചാൻറ്റിങ് നടത്താൻ വേണ്ടി ഗീതാ ചാൻറ്റിങ് എന്ന് പറയാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ടതിൻ്റെന്ന് ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കൂടുതലായിട്ട് ഊന്നൽ കൊടുത്ത് പറയുന്നത്. നഷ്ട പരന്തപ എന്ന് പറയുമ്പോൾ ആ നഷ്ട കഴിഞ്ഞ പായാണ് വിസർഗം കഴിഞ്ഞ് വരുന്ന അക്ഷരമെങ്കിൽ അത് ഉച്ചരിക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരത്തിൽ എഫ് എന്നുള്ള എഫ് എന്ന് നമ്മൾ പറയാറില്ലേ. ഫണ്ണി, ഫാദർ, ഫ്ലവർ എന്നൊക്കെ പറഞ്ഞ ആ ഫ എന്നുള്ളതിൻ്റെ പകുതി ഉച്ചരിക്കുക. എങ്ങനെ? നഷ്ട പരന്തപ. നഷ്ട കഴിഞ്ഞ് ഫ് എന്നുള്ളതിന് പതുക്കെ പറഞ്ഞിട്ട് പരന്തപ എന്നൊക്കെ പറഞ്ഞാൽ മതി. നഷ്ട പരന്തപ. അപ്പം ഇരട്ടിച്ച് ഉച്ചരിച്ചതുപോലെ തോന്നും. ഇതൊക്കെ എളുപ്പമാർഗ്ഗമാണ് കേട്ടോ. ഉച്ചരിക്കാനുള്ളതിൻ്റെ ഒരു സൂത്രങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. സയേവായം മയാ തേദ്യ യോഗപ്രോക്തഃ പുരാതനഃ ഭോക്തോസി മേ സഖാ ചേതി. നിർത്തുക. രഹസ്യം ഹ്യേതദുത്തമം. ഞാൻ ഇനി 8 അക്ഷരം കൂടി നിർത്താൻ ഞാൻ പറയത്തില്ല. ഞാൻ പറയുമ്പോൾ ഞാൻ നിർത്തുന്നിടത്ത് നിർത്തിക്കൊള്ളുക. അപ്പോൾ കൃത്യം അവിടെ ഒരു കോമ ഇട്ടാൽ മതി. ഇനി അതുപോലെ പ്രശ്ലേഷത്തിൻ്റെ കാര്യവും ഇനി പറയുകയില്ല. അല്ലെങ്കിൽ ഇതൊരു ഓക്വേഡാ എപ്പോഴും അങ്ങനെ പറഞ്ഞാൽ. സയേവായം മയാ തേദ്യ യോഗപ്രോക്തഃ പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹ്യേതദുത്തമം. അവിടെ സമസ്ത പദങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അർജുന ഉവാച.
अपरं भवतो जन्म परं जन्म विवस्वतः कथमेतद्विजानीयां त्वमादौ प्रोक्तवानिति अपरं भवतो जन्म परं जन्म विवस्वतः कथमेतद्विजानीयां त्वमादौ प्रोक्तवानिति श्रीभगवानुवाच बहूनि मे व्यतीतानि जन्मानि तव चार्जुन तान्यहं वेद सर्वाणि न त्वं वेत्थ परन्तप अजोऽपि सन्नव्ययात्मा भूतानामीश्वरोऽपि सन् प्रकृतिं स्वामधिष्ठाय सम्भवामि आत्ममायया यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहं परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय सम्भवामि युगे युगे जन्म कर्म च मे दिव्यम् एवं यो वेत्ति तत्त्वतः त्यक्त्वा देहं पुनर्जन्म नैति मामेति सोऽर्जुन വീതരാഗഭയക്രോധാഃ ഒരു വിസർഗമുണ്ട്, ഇല്ലെങ്കിൽ അത് ഇടണം. വീതരാഗഭയക്രോധാഃ മന്മയാ മാം ഉപാശ്രിതാഃ ബഹവോ ജ്ഞാനതപസാ പൂതാ മദ്ഭാവമാഗതാഃ യേ യഥാ മാം പ്രപദ്യന്തെ താംസ്തഥൈവ ഭജാമ്യഹം. താൻ തഥൈവയാണ് താംസ്തഥൈവ എന്നുള്ള ഒറ്റ പദമായിട്ട് മാറിയത്. താൻ തഥൈവ. അപ്പോൾ താ ഇന്ന് നാക്കണം, അമ്മ എന്നുള്ളത് സ എന്നുള്ളത് വെട്ടണം. ഇതൊന്നും ഇല്ലാതെ വായിക്കുന്നതായിരിക്കും ഉചിതം. താംസ്തഥൈവ ഭജാമ്യഹം മമ വർമാനുവർത്തന്തെ മനുഷ്യാഃ പാർത്ഥ സർവശഃ കാംക്ഷന്തഃ കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജാ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യകർത്താരമവ്യയം ന മാം കർമാണി ലിംപന്തി ന മേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭിർന സ ബധ്യത്തെ. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈഃ പൂർവതരം കൃതം കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യദ് ജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത് കർമ്മണോ ഹ്യപി ബോധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം ഗഹനാ കർമ്മണോ ഗതിഃ കർമ്മണ്യകർമ്മ യഃ പശ്യേത് അകർമ്മണി ച കർമ്മ യഃ കർമ്മണ്യകർമ്മ യഃ പശ്യേത് അകർമ്മണി ച കർമ്മ യഃ സ ബുദ്ധിമാൻ
മനുഷ്യേഷു സയുക്തകൃഷ്ണകർമ്മകൃത് യസ്യ സർവേ സമാരംഭാഃ കാമസങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാഃ. യസ്യ സർവേ സമാരംഭാഃ കാമസങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാഃ. ത്യക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഃ. ത്യക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഃ. നിരാശീർ യതചിത്താത്മാ ത്യക്തസർവപരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. നിരാശീർ യതചിത്താത്മാ ത്യക്തസർവപരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ. ദ്വാന്ന് രണ്ട് വാ എന്നുള്ള വകാരം കേൾക്കണം. ദ്വന്ദ്വാതീതോ ദ്വന്ദ്വ എന്നല്ല ദ്വന്ദ്വ എന്ന് തന്നെ ഉച്ചരിക്കണം. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യത്തെ ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസഃ. യജ്ഞായാചരതഃ കർമ്മ സമഗ്രം പ്രവിലീയതേ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മസമാധിനാ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മസമാധിനാ. ദൈവമേവാപരേ യജ്ഞം യോഗിനഃ പര്യുപാസതേ ബ്രഹ്മാഗ്നാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. ശ്രോത്രാദീനിന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി. ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. സർവാണി ഇന്ദ്രിയകർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. ദ്രവ്യയജ്ഞാസ്തപോയജ്ഞാഃ യോഗയജ്ഞാസ്തഥാ പരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച യതയഃ സംശിതവ്രതാഃ
അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ പാനം തഥാ പരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമപരായണാഃ അപരേ നിയതാഹാരാഃ പ്രാണാൻ പ്രാണേഷു ജുഹ്വതി സർവേപ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷപിതകൽമഷഃ. യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം നായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യഃ കുരു സത്തമഃ സത്തമാ സർഗമില്ല ഇവിടെ കേട്ടോ. യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം നായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യഃ കുരു സത്തമാ. ഏവം ബഹുവിധാ യജ്ഞാഃ വിതതാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധിതാൻ സർവാൻ കർമ്മജാൻ വിദ്ധിതാൻ കർമ്മജാൻ വിദ്ധിതാൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. ഏവം ബഹുവിധാ യജ്ഞാഃ വിസർഗം ഇടണേ. വിതതാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധിതാൻ സർവാൻ. അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഏവം നേ എന്നുള്ളത് വെട്ടിട്ട് ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. ശ്രേയാൻ ദ്രവ്യമയാത് യജ്ഞാത്. വാക്കുകൾ ഇങ്ങനെയാണ്. ശ്രേയാൻ ദ്രവ്യമയാത് യജ്ഞാത് ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത്. പിന്നെ ജ്ഞാനയജ്ഞഃ പരന്തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. ജ്ഞാനിനസ്തത്വം ഒന്ന് ചായ കൊണ്ട് സ പറയാം, അല്ലെങ്കിൽ അത് വിസർഗോടെ പറയണം. ജ്ഞാനിനഃ തത്വദർശിനഃ അങ്ങനെയായാലും ശരിയാ കേട്ടോ. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. യജ്ഞാത്വാ ന പുനർമോഹം നിർത്തുക. പിന്നെ മേ വെട്ടിയിട്ട് ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാനി അശേഷേണ യേന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യഥോ മയി ദ്രക്ഷ്യസ്യാത്മന്യഥോ മയി യജ്ഞാത്വാ ന പുനർമോഹം. ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യഥോ മയി അപി ചേദസി പാപേഭ്യഃ സർവേഭ്യഃ പാപകൃത്തമഃ സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സന്തരിഷ്യസി. അപി ചേദസി പാപേഭ്യഃ സർവേഭ്യഃ പാപകൃത്തമഃ സർവേഭ്യഃ പാപൻ്റെ പകുതി പറയുക. സർവേഭ്യഃ പായ വന്നിരിക്കുന്നത് കൊണ്ട് സർവേഭ്യഃ പാപകൃത്തമഃ സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സന്തരിഷ്യസി. യഥൈധാംസി സമിദ്ധോഗ്നിർ യഥൈധാംസി സമിദ്ധോഗ്നിർ ഇടുക. ഭസ്മസാത് കുരുതേർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ യഥാ.
നഹി ജ്ഞാനേന സദൃശം നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗസംസിദ്ധഃ കാലേനാത്മനി വിന്ദതി. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗസംസിദ്ധഃ കാലേനാത്മനി വിന്ദതി. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവന് ജ്ഞാനം ലഭിക്കുന്നു. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയഃ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി. ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി. അജ്ഞശ്ച ശ്രദ്ധാനശ്ച. കിട്ടിയ വാക്ക്. അജ്ഞശ്ച ശ്രദ്ധാനശ്ച. അജ്ഞഃ ച അശ്രദ്ധാനശ്ച. അജ്ഞശ്ചാശ്രദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി. നായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മനഃ. യോഗസന്യസ്തകർമാണം ജ്ഞാനസംഛിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബധ്നന്തി. തസ്മാദജ്ഞാനസംഭൂതം ഹൃസ്തം ജ്ഞാനാസിനാത്മനഃ. അതിന് മൂലത്തെ യോഗസന്യസ്തകർമാണം ജ്ഞാനസംഛിന്ന സംശയം. യോഗസന്യസ്തകർമാണം ജ്ഞാനസംഛിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ. തസ്മാദജ്ഞാനസംഭൂതം ഹൃസ്തം ജ്ഞാനാസിനാത്മനഃ ചിത്വൈനം സംശയം യോഗം ആതിഷ്ഠോത്തിഷ്ഠ ഭാരത. ചിത്വൈനം സംശയം യോഗം. ഇവിടെ നിർത്തുക. പിന്നെ മാ വെട്ടിയിട്ട് ആതിഷ്ഠോത്തിഷ്ഠ ഭാരത. ഹരി ഓം തത്. ഒന്നും വേണ്ട. ഭാരത കഴിഞ്ഞിട്ട് ഓം തത് സത്. ഓം തത് സത് ഇതി. ഓം തത് സത് ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ ജ്ഞാനകർമ്മസന്യാസയോഗോ നാമ ചതുർത്ഥോऽധ്യായഃ. ഹരി ഓം.